മുണ്ടക്കൈ ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസമാണ് ഇനി സർക്കാർ നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി. 500-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവർക്ക് മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഒരുക്കണം എന്ന് പഞ്ചായത്ത് അഭിപ്രായപ്പെടുമ്പോൾ സ്ഥലം കണ്ടെത്തുക തന്നെയാണ് അതിനു മുൻപിൽ പ്രായോഗികമായ വെല്ലുവിളി. മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകളിലാണ് ഉരുൾപൊട്ടൽ വലിയ നാശമുണ്ടാക്കിയത്. 10, 11, 12 വാർഡുകളിൽ, അതായത് അട്ടമല, മുണ്ടക്കൈ, ചൂരൽമല എന്നീ മേഖലകളിൽ. അതിൽ ഇനി ഈ ഒരു പഞ്ചായത്ത്, ഈ ഒരു മേഖല നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി പുനരധിവാസമാണ്. ഈ 3 വാർഡുകളിൽ ഏറ്റവും അധികം നാശമുണ്ടായത് മുണ്ടക്കൈ വാർഡിലാണ്, അല്ലെങ്കിൽ മുണ്ടക്കൈ മേഖലയിലാണ്. ഇവിടെ ആണ് ഈ ഒരു ഉരുൾപൊട്ടലിന്റെ ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ 3 മേഖലകളിലായിട്ട് നിലവിൽ പ്രാഥമികമായിട്ട് പഞ്ചായത്ത് ശേഖരിച്ച കണക്ക് പ്രകാരം 350ഓളം വീടുകൾ ഇല്ലാതെയായിട്ടുണ്ട്. പക്ഷേ അതൊരു തുടക്കത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള കണക്ക് മാത്രമാണ്. ഇതേക്കുറിച്ച് വിശദമായ കണക്ക് ശേഖരണവും മറ്റ് വിവരശേഖരണമൊക്കെ നടക്കുന്നതേ ഉള്ളൂ. എങ്ങനെ നോക്കിയാലും 500-ലധികം വീടുകൾ ഈ ഒരു 3 വാർഡുകളിലായിട്ടുള്ളത് പുനർനിർമ്മിക്കേണ്ടി വരും, അല്ലെങ്കിൽ മാറ്റി താമസിപ്പിക്കേണ്ടി വരും. കാരണം നിലവിൽ ഈ അപകടമുണ്ടായ ഇടത്ത് വീടിന് കേടുപാടില്ലെങ്കിൽ പോലും ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമായിരിക്കില്ല. അപ്പോൾ അവിടെ നിന്ന് മാറി താമസിച്ചേ തീരും. അപ്പോൾ പുനരധിവാസം അവർക്കും നൽകേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ 500-ലധികം വീടുകളെങ്കിലും ഈ ഒരു 3 വാർഡുകളിലായിട്ട് പുതിയ ഇടത്ത് നിർമ്മിക്കേണ്ടി വരും. ഇപ്പോൾ സർക്കാർ ടൗൺഷിപ്പിന്റെ ഒരു പ്രഖ്യാപനമൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. അവിടെ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന എവിടെയായിരിക്കും ഈ ഇടം എന്നുള്ളതാണ്. മേപ്പാടി പഞ്ചായത്തിൽ തന്നെ വേണമെന്ന അഭിപ്രായമാണ് പഞ്ചായത്ത് അധികൃതർക്കുള്ളത്. പ്രത്യേകിച്ച് ആ ഒരു മേഖലയിലുള്ളവരുടെ ഉപജീവനവും മറ്റുമൊക്കെ ഇവിടത്തെ കേന്ദ്രീകരിച്ചായതുകൊണ്ട് തന്നെ മറ്റൊരിടത്തേക്ക് അവരെ കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാകും. അപ്പോൾ സാധ്യമെങ്കിൽ ഈ പഞ്ചായത്തിൽ തന്നെ വേണമെന്ന അഭിപ്രായമാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. പുനരധിവാസം എന്ന് പറഞ്ഞാൽ വളരെ ഇനി അടുത്ത ഘട്ടം അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അതിനാവശ്യമായ ഷട്ടറുകൾ, പിന്നെ വാടക വീടുകൾ, പിന്നെ അങ്ങനെയുള്ള സംവിധാനം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരെ അത്തരം അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കുകയും പിന്നീട് കുറേ സംഘടനകൾ നമ്മളോട് ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയുടെ കാര്യത്തിന്, വീടിന്റെ കാര്യത്തിന്. അപ്പോൾ അതൊക്കെ ഏകോപിച്ചുകൊണ്ട് സർക്കാർ സംവിധാനം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സ്ഥലമെടുത്ത് വീട് വെച്ച് അവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കി മാറ്റി പാർപ്പിക്കണമെന്നാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ അത്രമാത്രം സ്ഥലം ഉണ്ടോ എവിടെയെങ്കിലും എന്ന ചോദ്യമാണ് ഉയരുന്നത്. പലരിടത്തും സ്വകാര്യ വ്യക്തികൾ ആ സ്ഥലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഇടം വാസയോഗ്യമാകുമോ, ഇത്രയും അധികം വീടുകൾ നിർമ്മിക്കുന്നതിന് യോഗ്യമാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പരിസ്ഥിതി ലോല മേഖലയാണ് വയനാട്ടിലെ മിക്ക പ്രദേശങ്ങളും ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു പരിസ്ഥിതി ആഘാതമുണ്ടാകുന്ന സ്ഥലത്ത് ഇനിയും വീട് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ മറ്റൊരു ദുരന്തത്തിന് വഴിയൊരുക്കുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി നേരിടാൻ പോകുന്ന പ്രതിസന്ധി. പ്രത്യേകിച്ച് ഒരു ദുരന്തത്തെ അതിജീവിച്ചു വരുന്നവർക്ക് ഇനി ലഭിക്കുന്നത് സുരക്ഷിതമായ ഒരു ഇടം ആകണം എന്ന നിർബന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ അത് മേപ്പാടി പഞ്ചായത്തിൽ സാധ്യമാകുമോ, അല്ലെങ്കിൽ മേപ്പാടിയുടെ സമീപ പഞ്ചായത്തുകൾ സാധ്യമാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നമുക്ക് കവളപ്പാറയുടെ ഒരു കാര്യം എടുത്തു നോക്കിയാൽ, കവളപ്പാറയിൽ പുനരധിവാസം 4 വർഷത്തിന് ശേഷമാണ് പൂർണ്ണമായിട്ടും സാധ്യമായത്. അതുതന്നെ കവളപ്പാറ ആ മേഖലയിൽ നിന്നും വിട്ട് പല ഇടത്തേക്കും ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. അപ്പോൾ പുനരധിവാസം എന്നത് വളരെ സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. അതേ ഇടത്ത് തന്നെ വേണമെന്നുള്ളത് സാധ്യമാകുമോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. എന്താണെങ്കിലും വയനാട്ടിലെ സാഹചര്യത്തിൽ കവളപ്പാറ നിലമ്പൂരിനേക്കാൾ പരിസ്ഥിതി ദുർബലമായ മേഖലയാണ് ഈ ഒരു വയനാട്, അല്ലെങ്കിൽ ഈ ഒരു മേപ്പാടി പഞ്ചായത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പുനരധിവാസം എവിടെ നടത്തും എന്നുള്ളതാണ് ഇനി പ്രധാന ചോദ്യമായിട്ട് ഉയരുന്നത്. എന്താണെങ്കിലും വലിയ വെല്ലുവിളികളാകും, വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാകും മേപ്പാടി പഞ്ചായത്തുകാർ ഇനി ശ്രമിക്കുക. കാരണം ഇത്രയും വലിയ ഒരു മഹാദുരന്തത്തെ അതിജീവിച്ചവർക്ക് ഇനി സുരക്ഷിതമായ ഒരു ഇടം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. അതിനുള്ള സ്ഥലം കണ്ടെത്തലാണ് യഥാർത്ഥ പ്രതിസന്ധി. അഖിലോട്ട് പറയ്ക്കൊപ്പം സി വി അനുമോദ്, വി